ഹലോ ഗൈസ്, അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഇന്നാണ് യൂറോ കപ്പിന്റെ ആവേശകരമായിട്ടുള്ള ഫൈനൽ മത്സരം അരങ്ങേറാൻ പോകുന്നത്. യെസ്, വൺ മോർ ഗെയിം ആൻഡ് ദ ലാസ്റ്റ് പുഷ്. ഇന്ന് ആരായിരിക്കും ചരിത്രം കുറിക്കാൻ പോകുന്നത്? കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫൈനൽ മത്സരത്തിനായിട്ട് ബാക്കിയുള്ളതും. സ്പെയിൻ വേഴ്സസ് ജർമ്മനി, ഈ യൂറോയിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിൽ കൊമ്പുകോർക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും. നമുക്കറിയാം, സെമിയിൽ ഫ്രാൻസിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിന് ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. ഈ ഒരു യൂറോ കപ്പിൽ ഇതുവരെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിച്ചിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും അത് സ്പെയിൻ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സ്പെയിനെ വിലയിരുത്തുന്നതും. സ്പെയിൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ തന്നെ നോക്കിയാൽ മതി, പ്രോപ്പർ ബാലൻസിങ് ആയിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓൺ ദ ഗോളും ഓഫ് ദ ഗോളും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവർ കളിക്കുന്നതും. പിന്നെ റോഡ്രിയുടെ പെർഫോമൻസ് അതെടുത്തു പറയണം. സ്പെയിനിന്റെ മധ്യനിര അനായാസം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഈ ഒരു ചെങ്ങായിയാണ്. പിന്നെ നിക്കോ വില്യംസ്, അതുപോലെ തന്നെ ലാമിൻ യമാൽ, ഇവരുടെയൊക്കെ പ്രകടനം അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങളുള്ള ടീം തന്നെയാണ് സ്പെയിൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരുടെ സ്ക്വാഡിൽ യുവതാരങ്ങളുടെയും അതുപോലെ തന്നെ സീനിയർ പ്ലേയേഴ്സിന്റെ ഒക്കെ ഒരു മിക്സ് തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇത് അവർക്ക് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ഫൈനലാണ്. അതെ, കഴിഞ്ഞ തവണത്തെ നിരാശ ഇത്തവണ മാറ്റാൻ തന്നെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും പരാജയത്തിൽ നിന്ന് മടങ്ങി വന്ന് വിജയിക്കാനുള്ള അവരുടെ മനോവീര്യമാണ് എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഒരു ശക്തിയായിട്ട് പലരും കണക്കാക്കുന്നതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്പെയിന് 4ാമത്തെ കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഇംഗ്ലണ്ടിന് ഇതുവരെ യൂറോ കപ്പിൽ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ല. അവരുടെ ആദ്യ കിരീടം തേടിയാണ് അവരിന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. സകലം മറന്നൊരു പോരാട്ടം തന്നെ ഇംഗ്ലണ്ടും കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, കഴിഞ്ഞ 58 വർഷങ്ങളായി ഇംഗ്ലണ്ട് ഒരു കിരീടം നേടിയിട്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇംഗ്ലണ്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും ഇന്ന് രാത്രി 12:30 ബെർലിനിൽ വെച്ച് ഒരു കിടിലൻ മത്സരം തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഇവരിൽ ആർക്കാണ് ഒരല്പം കൂടി സാധ്യത കൂടുതലെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെല്ലാവരുടെയും പോലെ ഞാനും പറയും അത് സ്പെയിന് തന്നെയാണ്. കാരണം അവർ അത്രയും മാരക ഫുട്ബോളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 കളികളിലും അവർ പരാജയം അറിയാതെയുള്ള കുതിപ്പിലാണ് നിൽക്കുന്നതും. ഈ ഒരു യൂറോ കപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്പെയിന് നല്ല സാധ്യതയുണ്ട്. ഈ ഒരു യൂറോ ടൂർണമെന്റ് നോക്കിയാൽ മതി, ഇറ്റലി, ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ് പോലെയുള്ള വമ്പൻ ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിന് ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളതും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫൈനൽ മത്സരങ്ങളിൽ സ്പെയിനിന് മികച്ച റെക്കോർഡാണുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ഫൈനലാണ്. സകലം മറന്ന് സർവ്വം മറന്ന ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ ഇരു ടീമുകളും കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള പ്രകടനത്തിനൊന്നും ഇന്ന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്ന് എന്താണോ കളിക്കളത്തിൽ കാഴ്ചവെക്കുന്നത്, ഇന്ന് എങ്ങനെയാണോ കളിക്കുന്നത്, അത് തന്നെയാണ് പ്രാധാന്യം. കാത്തിരിക്കാം യൂറോ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ കിരീടം ഉയർത്തുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയും. അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറന്നു പോകരുത്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.